ഹായ് മക്കളെ, ഇന്നത്തെ +1 മാത്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു. എനിക്ക് ഇന്നത്തെ പരീക്ഷ എഴുതിയ കുട്ടികളോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിലെ എത്ര ചോദ്യങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്? ഇതൊന്നും ഈ ചോദ്യം ഇടുന്ന ആൾക്കാർക്ക് അറിയില്ലേ? കാരണം ഇതുപോലുള്ള ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ 15, 16 വയസ്സുള്ള മക്കളാണ് അവർ കയറി ആത്മഹത്യ ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കോ? ഇതുപോലുള്ള വികാരം തുളുമ്പുന്ന മാസ് ഡയലോഗ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഉറപ്പായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റും ലൈക്കൊക്കെ എനിക്ക് കിട്ടും. സാറാണ് രക്ഷകൻ, സാറാണ് ഞങ്ങൾക്ക് വേണ്ടി പറയേണ്ടത്, ചിലപ്പോൾ സാർ അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയാക്കണം എന്നടക്കം ചിലപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ കമൻ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനിന്ന് വന്നിട്ടുള്ളത് അതിനൊന്നുമല്ല. ഇതാണ് ദ ന്യൂ റിയാലിറ്റി എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഇതുവരെയുള്ള പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടെ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിനി അഭിമുഖീകരിക്കാൻ പോകുന്ന റിയാലിറ്റിയെ കുറിച്ചാണ്. അതിനു മുന്നേ ആദ്യം എന്ത് ചെയ്യുക, ഞാൻ 2 ചോദ്യങ്ങൾ കാണിക്കാം. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒരു ലൈവിൽ 2 പാഠങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പാഠത്തിലെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു ചോദ്യം 12B ആണ് ആ ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത്. ഹൗ മെനി നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1000 ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 0, 1, 2, 3 ഇൻ വിച്ച് നോ ഡിജിറ്റ്സ് ആർ റിപ്പീറ്റഡ്. ഈ ചോദ്യം ആദ്യം കണ്ടപ്പോൾ ഗ്രേറ്റർ ദാൻ 1000, അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 0 വരുമോ 1 വരും, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷേ ഈ ചോദ്യം ഞാൻ എന്താണ് ഇതങ്ങ് മാറ്റിയിട്ട് ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? ഹൗ മെനി 4 ഡിജിറ്റ് നമുക്ക് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? നോ നമ്പേഴ്സ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് ഡിജിറ്റ് 0 വരാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആൻസർ ചെയ്യും. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ, സെയിം ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് തന്നെയാണ് ചോദിച്ചത്. പക്ഷെ അതിന് പകരം എന്താ ചെയ്തിട്ടത്, ഹൗ മെനി നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1000 എന്ന് ചോദിച്ചു. ഇത് +1 പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതല്ലേ? ഒന്ന് പോസ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എത്ര നേരം നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടാവുക. ഇത് നമ്പേഴ്സ് നോ ഡിജിറ്റ്സ് ആർ റിപ്പീറ്റഡ് എന്നും കൂടി ആകുമ്പോൾ ഇത് വളരെ വളരെ എളുപ്പമുള്ള ചോദ്യമായി. ഡിജിറ്റ്സ് റിപ്പീറ്റഡ് ആണെങ്കിൽ ചിലപ്പം 1000 എന്നുള്ള ഒരു നമ്പർ നമ്മൾ ലാസ്റ്റ് കിട്ടിയ ആൻസർ ഒന്ന് കുറയ്ക്കേണ്ടി വന്നേനെ, -1 കൊടുക്കേണ്ടി വന്നേനെ. അപ്പം ഇതാണ് ഒരു ചോദ്യം വന്നത്. ഇനി മറ്റൊരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടാണ് എന്ത് ലീനിയർ ഇൻഇക്വാളിറ്റിയിലെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. x < -6 ആണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ എന്തുണ്ടായിരുന്നു, ഫൈൻഡ് എന്താ പറയുക ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇത് എത്ര കുട്ടികൾ, നിങ്ങൾ എസ് ഓർണോ പറയണം, ഇത് എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ല, ഇപ്പം ഞാൻ അതിൻ്റെ ആൻസർ പറയാം. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജറിന്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഏതാണെങ്കിലും ആ നമ്പറിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ, അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഇൻറ്റിജറാണ് അത് റിട്ടേൺ ചെയ്യൽ, അതിൻ്റെ ആൻസർ വരിക. ഉദാഹരണത്തിന് 4.5 ആണ് കൊടുക്കെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള 4, 6.2 ആണെങ്കിൽ 6, 7 ആണെങ്കിലും അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്റിജർ ആയിട്ടുള്ള 6. ഇനി നിങ്ങൾ പറയടാ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് -6 വരുമ്പോൾ എന്തായിരിക്കും, -6 വരുമ്പോൾ എന്തായിരിക്കും വരിക? അത് സാറേ -6ൻ്റെ തൊട്ട് താഴെ -5 എന്ന് പറഞ്ഞിട്ട് കെയർലെസ് മിസ്റ്റേക്കിൽ കുറച്ച് ആൾക്കാർ ഉത്തരം തെറ്റിച്ചിട്ടുണ്ടാവും. പക്ഷേ -6ൻ്റെ മുകളിലാണ് 5. ഇത് ആൻസർ എന്തായിരിക്കും, -7 ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയിൽ ഇത് പറഞ്ഞു തന്നിട്ടില്ലേ? നമ്മുടെ ആപ്പിൽ നിങ്ങൾ ക്ലാസ് ഒന്ന് എടുത്തു നോക്കുക. ആപ്പ് പർച്ചേസ് ചെയ്ത കുട്ടികളൊക്കെ ഈ സെയിം സാധനം വൃത്തിയിൽ എന്ത് ചെയ്യും നമ്മുടെ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ആ കൺസെപ്റ്റ് അതേ സ്ഥാനത്ത് നിങ്ങളുടെ മനസ്സിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം മറ്റിങ്ങനെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാലം കഴിഞ്ഞു. അതാണ് ന്യൂ നോർമൽ. ആൻഡ് ഒരൊറ്റ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് സങ്കടപ്പെടാം. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ ബാച്ച് മുതലാണ് അത് തുടങ്ങിയത് എന്ന് മാത്രമേ എന്തുള്ളൂ നിങ്ങൾക്ക് സങ്കടപ്പെടാനുള്ളൂ. പക്ഷേ ഇതൊരു വലിയ നന്മക്ക. ഞാൻ പറഞ്ഞുതരാം മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്താണ് ഫിൻലാൻഡോ അയർലാൻഡോ പോലത്തെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ വളരെ കുറച്ച് ജനസംഖ്യയും ഒരുപാട് തൊഴിലവസരങ്ങളൊന്നുള്ള ഒരു സ്ഥലത്തല്ല. നിങ്ങൾ ഇക്കാക്കന്മാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിച്ചാൽ മതി എത്ര കഷ്ടപ്പാടാണ് ജോലി കിട്ടുക എന്നുള്ളത്. അതായത് 10ഉം 20ഉം വേക്കൻസിയുള്ള PSC പരീക്ഷയ്ക്കൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് നിങ്ങൾക്ക് പോകണ്ടേ? അപ്പോൾ ഈ +1 ഫുൾ A+ഉം അല്ലെ ഫുൾ മാർക്കും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങളെന്നാലോചിച്ച് നിങ്ങളോട് ഇവിടുത്തെ വിദ്യാഭ്യാസ അധികാരികൾ ചെയ്ത ഏറ്റവും വലിയ ചതി എന്താണെന്നറിയോ? അത് നിങ്ങൾ 5ലും 6ലും 7ലും 8ലും 9ലും പഠിക്കുമ്പോൾ ഫുൾ പാസ് സംവിധാനം കൊണ്ടുവന്നാ പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ പാസ്സാവുന്നുള്ളേ. ആ സിസ്റ്റത്തിൽ നിന്ന്, അതായത് ആ സിസ്റ്റം കഴിഞ്ഞ് 10ാം ക്ലാസ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വരുന്നു.
അത് മാറണം. അത് മാറിയിട്ടില്ലെങ്കിൽ അവസാനം കഷ്ടപ്പെടുക നിങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പം ചുറ്റുമുള്ള ജോലി കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്മാന്മാരില്ലേ, അവരൊക്കെ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ജോലിക്കെടുക്കുന്ന കുട്ടികൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാ? ഓൾ പാസ് അല്ലേ, അല്ലെങ്കിൽ എന്താ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളെ വന്നത്? അതിൻ്റെ മാറ്റമാണ്. അതുകൊണ്ട് ഈ പരീക്ഷയെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിങ്ങളും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഓൾ പാസിന് പകരം പാസ്സാവാൻ 40 മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളൊക്കെ തോറ്റുപോയിരുന്നോ? ഇല്ല, നിങ്ങളൊക്കെ ഇരുന്ന് പഠിക്കായിരുന്നു. ഇനി പാസ്സാവാൻ 40 അല്ല 60 മാർക്ക് വേണമെന്ന് പറഞ്ഞോ, നിങ്ങൾ തോറ്റുപോയിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ പാസ്സാവാൻ വേണ്ടി കുത്തിരിഞ്ഞ് പഠിക്കുമായിരുന്നു, ഗെയിം കളിക്കുന്നതും ഇൻസ്റ്റാഗ്രാം നോക്കുന്നതൊക്കെ മാറ്റി വെച്ചിട്ട്. ശരിയല്ലേ? അങ്ങനെ നിങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും? നിങ്ങൾ പുഷ്പം പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? പരീക്ഷയുടെ തലേന്നത്തെ ലൈവ് കണ്ടിട്ടുള്ള പരിപാടിയൊക്കെ എന്താണ്? അവസാനിക്കാൻ പോവാണ്. ചില കുട്ടികളൊക്കെ കമന്റ് ചെയ്യും, ഞാൻ ഉറക്കം മുഴഞ്ഞ് പഠിച്ചത് വെറുതെയായി. എടാ, +1 പോലത്തെ 14 ചാപ്റ്റേഴ്സ് ഉള്ള വലിയ സബ്ജക്റ്റ് പരീക്ഷയുടെ തലേന്ന് ഉറക്കം മുഴിഞ്ഞ് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ള സത്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഒരുപക്ഷെ +1 എന്തായിരിക്കും? നിങ്ങൾ വിചാരിച്ച മാർക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഫുൾ A+ കിട്ടിയ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പാരൻസ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് +2 നിങ്ങൾ അതേ സീരിയസ്നെസ്സിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട മക്കളെ, +2 നല്ല മാർക്കിനേക്കാളൊക്കെ ഉപരി പഠിച്ചിറങ്ങുമ്പോൾ വലിയ നിലയിൽ എത്താൻ മാത്രമുള്ള കപ്പാസിറ്റിയുള്ള, ക്യാരക്ടറുള്ള, കഴിവുള്ള, അതിനെന്താ പറയുക, അതിന് പണിയെടുക്കാൻ തയ്യാറായിട്ട് മനുഷ്യരായിട്ട് നിങ്ങൾ മാറും. അതിൻ്റെ തുടക്കമാണിത്. ഞാൻ പലപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്, ചൈനയിൽ നിന്ന് ചൈനയായത് കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അവിടെ ഇപ്പോഴും പാസ് മാർക്ക് 60ൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ആരും അവിടെ തോറ്റുവന്നില്ല, എല്ലാവരും ഇരുന്ന് പഠിക്കുന്നുണ്ട്. ആ കുട്ടികളാണ് ഇന്ന് ലോകത്തിലെ 1ാം നമ്പർ ശക്തിയായിട്ടുണ്ടായിരുന്ന അമേരിക്കനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ മേഖലയിലും AI ആയിക്കോട്ടെ, ഞാനിതെങ്ങോട്ടൊക്കെ പോകുന്നത്, AI ആയിക്കോട്ടെ, സോളാർ ആയിക്കോട്ടെ, ഇലക്ട്രിക് വെഹിക്കിൾ ആയിക്കോട്ടെ, കട്ടക്ക് നിൽക്കുന്നത്. അന്ന് 10-15 വർഷം മുമ്പ് ഒരെടുത്ത തീരുമാനം അതുപോലത്തെ ഒരു തീരുമാനമായിരിക്കും, ആയിക്കട്ടെ എന്നാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം പുതിയ ഗവൺമെൻറ് വരാൻ പോവാണ്. മുന്നണി ഏതാണെന്ന് എനിക്കറിയില്ല. അവർ ഇതേപോലെ കൊണ്ടുപോകണം. എല്ലാ ക്ലാസ്സിലും എന്ത് ചെയ്യട്ടെ? പരീക്ഷകൾ ടഫാക്കട്ടെ, മക്കൾ ചിന്തിക്കട്ടെ, കൂടുതൽ പഠിക്കട്ടെ. ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടോ. അത് ഇന്നിവിടെ നിങ്ങളെ മുന്നിൽ അജാസറായിട്ട് വന്നിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് 2 വർഷം എൻ്റെ +1ലും +2ലും ഇതല്ല, ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഞാൻ പഠിച്ചതുകൊണ്ടാണ്. അന്ന് കിട്ടിയ ക്യാരക്ടർ, അന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ത്രൂ ഔട്ട് എത്തിയത്. അതുകൊണ്ട് മക്കളെ, പരീക്ഷ എന്തല്ല വളരെ എളുപ്പത്തിൽ തലേ ദിവസം പഠിച്ചിട്ട് പാസ്സാവുന്ന ഒരു രീതിയല്ല, സിസ്റ്റം അല്ല നിങ്ങൾ മനസ്സിലാക്കുക. അന്നൊക്കെ ശരിക്കും ഇതിലെ ചില ചോദ്യം, ഞാൻ ഈ ചോദ്യം കണ്ടപ്പോൾ ഇല്ലേ, ഞങ്ങളോട് എൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഹൗ മെനി ഈവൻ നമ്പേഴ്സ് എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഒരു ചോദ്യം കാണാൻ ചോദിക്കും, നിങ്ങൾക്ക് ചെയ്യാനാവില്ല. പക്ഷെ ആ ഈവൻ നമ്പേഴ്സ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, അതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർക്കും ഫുൾ മാർക്ക് ഇല്ലാത്ത വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ നന്മക്കാണെന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം മാത്രം തീരുമാനിക്കുക, +1 കഴിഞ്ഞത് കഴിഞ്ഞു. +2ൽ ഏത് ലെവൽ പരീക്ഷ വന്നാലും നിങ്ങൾ പഠിക്കും, നിങ്ങൾ മാർക്ക് വാങ്ങും. അതെൻ്റെ +2ലെ എന്താ പറയുക, റിസൾട്ടിൻ്റെ കൂടെയുള്ള മാർക്ക് മാത്രമല്ല, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, എത്ര വലിയ ചലഞ്ചിങ് ജോബാണെങ്കിലും, എത്ര വലിയ ചലഞ്ചിങ് എക്സാം ആണെങ്കിലും, അത് ധൈര്യത്തോടെ അറ്റൻഡ് ചെയ്യാനുള്ള, അഭിമുഖീകരിക്കാനുള്ള ഒരു സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കരുതുക. നന്നായിട്ട് +2ൽ പഠിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങൾ ഉറപ്പായിട്ട് എന്തായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വിജയിക്കുന്ന, ഏറ്റവും അടിപൊളിയായിട്ടുള്ള 2026 +1 എഴുതിയ മക്കൾക്ക് എന്തുണ്ട്? നല്ല കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലുള്ള ഓൺട്രപ്രനേഴ്സ് പറയുന്ന ഒരു കാലം വരും. അതിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തെറി പറയാനൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ദിസ് ഈസ് ദ ന്യൂ നോർമൽ. ബൈ.